സന്ദീപ് വാര്യർ, ഇവിടെ ഇവിടെ കേൾക്കുന്ന ഈ പ്ലോട്ട് എന്താണ് എന്നത് ഫസ്റ്റ് ഡേ മുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആർക്കും കാര്യമായി പിടികിട്ടുന്നില്ല. ഇത് പി വി അൻവർ എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട് സർവശക്തനായ ദൈവം മാത്രമാണ് പിന്നിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും എന്തായാലും പി വി അൻവർ ഒറ്റയ്ക്ക് നയിക്കുന്ന പോരാട്ടമല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കൂടെയുള്ളത് ആരാണ് എന്ന കാര്യമല്ല. അതിന് പിണറായി വിജയൻ തന്നെയാണോ, എം വി ഗോവിന്ദനാണോ, പി ജയരാജനാണോ, ഇ പി ജയരാജനാണോ തുടങ്ങിയ പല ചർച്ചകൾ നടക്കുന്നു. ആ പ്ലോട്ട് എന്തുമായിക്കോട്ടെ. സന്ദീപ് വാര്യർ, ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം CPM തിരുത്തൽ നടപടികളിലേക്ക് പോകുന്നുണ്ട്. പ്രകാശ് ജാവദേക്കറെ കാണുന്നത് നിങ്ങൾക്ക് പ്രശ്നമാവില്ല, പക്ഷേ CPM എന്നത് പ്രശ്നമാണ്. ഇ പി ജയരാജൻ്റെ വഴി പുറത്തേക്കാണ്. ഈ ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ADGP MR അജിത് കുമാറിന് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. ഇനി പ്രതിപക്ഷത പറയുന്നത് പോലെ മുഖ്യമന്ത്രി എത്ര സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ADGPക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. ADGP പുറത്തേക്കാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ P ശശി പുറത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു തിരുത്തൽ പ്രക്രിയയ്ക്ക് ഒരു തിരുത്തൽ പ്രക്രിയ മെക്കാനിസത്തിന് മുന്നിൽ പി വി അൻവർ നിൽക്കുന്നു എന്നതാണെങ്കിലോ സന്ദീപ്? ഹാഷ്മി, കേരളത്തിലെ ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള, രാജ്യത്തെ ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള CPM തിരുത്തിയാൽ എന്താ, തിരുത്തിയില്ലെങ്കിൽ എന്താ? ഇത് പ്രശ്നം അതല്ലല്ലോ. പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കേരളത്തിലെ ഒരു നിയമസഭാംഗം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളെ ഗ്രാവിറ്റിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഉന്നയിച്ച ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ ആഭ്യന്തര ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP കൊലപാതകത്തിൽ പങ്കുണ്ട്, സ്വർണ്ണക്കടത്തുകാരനാണ്. അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം മുഖ്യമന്ത്രി അടക്കം മാധ്യമപ്രവർത്തകരടക്കമുള്ളവരുടെ രാഷ്ട്രീയ എതിരാളികളുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ള സ്വകാര്യതയെ ലംഘിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് മാത്രമല്ല, പത്രസമ്മേളനത്തിൽ അയാൾ പുറത്തേക്ക് വിട്ട ശബ്ദ സന്ദേശം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സംഭാഷണമാണ് പുറത്തുവിട്ടുള്ളത്. അപ്പൊ അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഭാഷണങ്ങൾ ചോർത്താൻ കെൽപ്പുള്ള ADGPയുടെ ഭാര്യ മറ്റാരുമായിട്ടോ സംസാരിക്കുന്ന ശബ്ദം തന്റെ പക്കലുണ്ടെന്ന് അവകാശപ്പെടുന്നത് കേരളത്തിലൊരു MLA ആണ്. അതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും സ്വകാര്യതയെക്കുറിച്ച്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അൻവർ. അപ്പോൾ ആർക്കും ഇപ്പോൾ സ്വകാര്യതയെക്കുറിച്ച് പറയണ്ടേ? നേരത്തെ പഗാസസ് ഒക്കെ വന്ന കാലത്ത് എന്തൊക്കെ ചർച്ചയായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി അടക്കം ഫോൺ ചോർത്തുന്നു എന്നാണ് ആക്ഷേപമുള്ളത്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. അപ്പൊ അതിനെ ലഘൂകരിച്ചുകൊണ്ട് വളരെ ചെറിയ ചർച്ചകളിലേക്ക് വഴിതിരിച്ചു വിടാനും അതല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വഴിതിരിച്ചു വിടാനും ആസൂത്രിതമായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. കാരണം അങ്ങനെ തിരിച്ചുവിട്ടാൽ മാത്രമേ ഇപ്പോൾ CPM ചെന്നുപെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കുള്ളൂ. ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി കുറയ്ക്കണം. അതെന്ത് ചെയ്യണം? മറ്റ് വിഷയങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. അതിനാണ് ഇന്നും ഒരു പരിശ്രമം തുടങ്ങിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം കൊലപാതകം ഏറ്റവും ഗുരുതരമല്ലേ? സ്വർണ്ണക്കടത്ത് ഗുരുതരമല്ലേ? അതുപോലെ തന്നെ ഫോൺ ചോർത്തൽ ഇതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ളതല്ലേ? ആരുടെ ഫോൺ ചോർത്തി? മുഖ്യമന്ത്രിയുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും. ഇതിലും വലിയ 3 ആക്ഷേപങ്ങൾ എന്താണ് ഈ സർക്കാരിനെ കുറിച്ച് വരാനുള്ളത്? ഇത്രയും ആക്ഷേപം വന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു? അന്വേഷിക്കണമെങ്കിൽ ഹസ്കർ പറഞ്ഞതുപോലെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണോ? അങ്ങനെയല്ലല്ലോ. അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഒരു നിയമസഭാംഗം ഉത്തരവാദിത്തോടു കൂടി പത്രസമ്മേളനത്തിലാണ്, നിയമസഭയ്ക്കകത്ത് വായിൽ തോന്നിയത് പറയുകയല്ല, പ്രിവിലേജോടുകൂടി പറയുകയല്ല. ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അന്വേഷിക്കാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള ആളുകളെ തന്നെ നിയോഗിച്ചിട്ടുള്ളത്? അപ്പൊ ഇതെല്ലാം ഇപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും കാർപ്പറ്റിനടിയിലേക്ക് മൂടണം എന്നുള്ളതാണ്. അതിന് ദയവ് ചെയ്ത് മാധ്യമങ്ങൾ കൂടി കൂട്ടു നിൽക്കരുത്. നിങ്ങൾ ഈ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകരുത്. ഇതിലെ പിട്ടി പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് വെറുതെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിരിക്കരുത്. ഗൗരവമായിട്ടുള്ള കേരളത്തെ പറയുന്ന ഗുരുതരമായ കാര്യങ്ങൾ മുഖവിലേക്കെടുക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ, തൃശ്ശൂർ പൂരം അലമ്പാക്കാൻ MR അജിത് കുമാർ ഇടപെട്ടു എന്നതുകൂടി മുഖവിലേക്കെടുക്കണം. മറ്റു പല രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുപോവുകയാണ്. ഇല്ലല്ല, പി വി അൻവർ ഈ പറയുന്ന ഗുരുതരാരോപണങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിലൊന്നായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ തൃശ്ശൂർ പൂരം അലമ്പാക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി MR അജിത് കുമാർ ഇടപെട്ടു എന്നുകൂടി പറയുകയാണ് പി വി അൻവർ. അപ്പൊ അത് മുഖവിലേക്കെടുക്കണ്ടേ? അല്ല, ആദ്യം അന്വേഷിക്കട്ടെന്നേ. അന്വേഷിക്കട്ടെന്നേ. എന്തേ അന്വേഷിക്കാൻ ഇത്ര വിമുഖത? ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ലല്ലോ. അടിസ്ഥാനരഹിതമായിട്ട് ഞങ്ങൾക്ക് എന്തായാലും റോള് എന്ത് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടന്നു എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ആ ഗൂഢാലോചന നടത്തിയത് സുനിൽകുമാറിന്റെ ശത്രുക്കളായിരിക്കും. ആർക്കാ ചാർജ് ഉണ്ടായിരുന്നത് പൂരത്തിന്റെ? ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി SP-യുമായിട്ടും കമ്മീഷണറുമായിട്ടും തൃശ്ശൂർ പൂരത്തിൽ വടക്കുന്നാഥിന്റെ മൈതാനത്ത് നിന്നിട്ട് രസിച്ചുല്ലസിച്ച് സംസാരിച്ചു നിന്നിരുന്ന ആരാണ്? സുനിൽകുമാറും രാജനും ഒക്കെയല്ലേ? മന്ത്രി രാജനും ഒക്കെയല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുമ്പോഴും തൃശ്ശൂർ ജില്ലയുടെ ചാർജുള്ള രാജനടക്കമുള്ള മന്ത്രിമാർ എന്തേ കാര്യക്ഷമമായി ഇടപെട്ടില്ല? ഇവരെവിടെ പോയി കിടക്കുകയായിരുന്നു? അപ്പൊ BJP നേതാക്കന്മാർ സുരേഷ് ഗോപി രാത്രി വയ്യാത്ത മനുഷ്യന്റെ ആംബുലൻസിൽ അവിടെ എത്തിയതാണ് ഇവർക്ക് പ്രധാനപ്പെട്ട പ്രശ്നം. BJP നേതാക്കന്മാർ എത്തിയതാണോ പ്രശ്നം? ഞങ്ങളും ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. ഉദ്യോഗസ്ഥൻ സാക്ഷാൽ MR അജിത് കുമാർ തന്നെയാണ്. അത് പോട്ടെ.
പക്ഷേ ആ ഉദ്യോഗസ്ഥൻ ഒരു മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു, റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും.